മുല്ലപ്പൂ കൈവശം വെച്ചതിന് നടി നവ്യ നായർക്ക് 1 ലക്ഷം രൂപ പിഴ. മെൽബൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം. നവ്യ തന്നെയാണ് തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞത്. അല്ല, ശരിക്കും എന്നാ സംഭവിച്ചത്? ഇത്രയായ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. അതിനെന്നാ തിരുവോണം ഫ്ലൈറ്റിലാണെങ്കിലും ഒന്ന് ആഘോഷിക്കാൻ മൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെറ്റുമുണ്ട് മുല്ലപ്പൂ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തപ്പോ ഇത് പോയി എയർപോർട്ടിൽ ചെല്ലുന്നു. എല്ലാ ആൾക്കാരും എന്റെ ഈ ഗെറ്റപ്പ് ഒക്കെ കണ്ട് എന്റെ കൂടെ വന്ന സ്റ്റാഫൊക്കെ മറ്റേ എയർലൈൻസിന്റെ സിംഗപ്പൂർ എയർലൈൻസ് അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. ഉത്രാടത്തിന്റെ അന്നാണ് ഫ്ലൈറ്റ്. അപ്പൊ അങ്ങനെ സദ്യ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു, ഭയങ്കര ഹാപ്പി. എന്നിട്ട് ഫ്ലൈറ്റിൽ പോയി ഞാൻ മുല്ലപ്പൊക്കെ വെച്ച് കുറച്ച് ഉറങ്ങി. മോള് അവിടെ പോയി ചാച്ചിക്കോ. എന്റെ കൂടെ ആര്യയുണ്ട്. അപ്പൊ പറയാം, ചേച്ചി ബിസിനസ് ക്ലാസ് മുഴുവൻ മുല്ലപ്പൂന്റെ മണാ ചേച്ചി. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടി. അപ്പൊ ഞാൻ അങ്ങനെ സിംഗപ്പൂരിൽ നിന്ന് മെൽബണിലേക്കുള്ള ഫ്ലൈറ്റിലും പോകുന്നു. ഞാൻ മെൽബണിൽ ചെല്ലുന്നു. നമ്മള് സന്തോഷത്തോടുകൂടി മലയാളികളെ കാണിക്കാനായിട്ട് പൂവൊക്കെ വെച്ച് ചെന്നിറങ്ങുമ്പോൾ മലയാളി മങ്കയായിട്ട് ഇറങ്ങുന്നതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അവിടെ ചെല്ലുന്നു, ലഗേജ് എടുക്കുന്നു, പുറത്തു വരുന്നു. ഒരു പ്രത്യേക ലൈനിൽ കൂടെ പോവാൻ പറയില്ലേ, പെട്ടെന്ന് സ്റ്റോപ്പ് ഹിയർ എന്ന് പറയുന്നു. ഞാൻ നിൽക്കുന്നു. ഒരു സ്നിഫർ ഡോഗ് വരുന്നു. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു കേട്ടോ. ഈ സംഭവം അടുത്തൂടെ വന്ന് 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 എന്റെ ബാഗിന്റെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? ഞാൻ വരുന്നത് ടേൺ അറൗണ്ട്. അപ്പൊ ഞാൻ എന്താ തലറിഞ്ഞിട്ട് വയ്യേ, ടേക്ക് ദിസ് ഔട്ട്. അപ്പൊ ഞാൻ അയച്ചു ആകെ ഒരു കൊടുത്തു പൂ. വാട്ട് ഇസ് ദിസ്? ഞാൻ പറഞ്ഞു ജാസ്മിൻ ഫ്ലവേഴ്സ് ഫ്രം കേരള. ഓണം എന്താ ഷൈട്ട് പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഫ്ലവേഴ്സ് അവർ മെയിൻ ഇമ്പോർട്ടന്റ് വെരി തിങ് ഫോർ കേരളം. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഓണം ഇസ് ഫോർ ഓണം. വിത്തൗട്ട് മുല്ലപ്പൂ നത്തിങ് ഇസ് പോസിബിൾ. ദിസ് ഇസ് കേരള സാരി എന്ന് നീ പറയും, ഞാൻ പറയില്ല. എങ്ങനെയാണോ പറഞ്ഞു മനസ്സിലാക്കാം. ഇതൊക്കെ വീഡിയോയിൽ അടിച്ചു തന്നു മോനെ. $1890. അതന്നെ പിടിച്ചോ, നമുക്ക് സംസാരിച്ച് തീർക്കാം. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ടേ ഗുണിച്ചു നോക്കാൻ പോയി. $1890 ഇന്ത്യയിൽ എത്രയാ? കിടപ്പാടം പോവോ? സാധ്യത ഇല്ലാതല്ല. അപ്പൊ ഡോണ്ട് യൂസ് യുവർ മൊബൈൽ. മനസ്സിൽ ഗുണിക്കാലോ. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ. × 55,000. അമ്മേ, 1.25 ലക്ഷം രൂപ. ഹാപ്പി ആയില്ലേ? പിന്നെ കുറച്ചു നേരത്തേക്ക് ഉണ്ടല്ലോ ചെവിന്നൊക്കെ പുക പോകുന്നൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ തുടങ്ങി പുരുഷനെ അനുഗ്രഹിക്കണം എന്നുള്ള രീതിയിൽ കുറെ കരഞ്ഞു പറഞ്ഞു നോക്കി. മാപ്പാക്കണം, എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. പട്ടിയുടെ വിലയിരുന്നു, മൈൻഡ് ചെയ്തില്ല. കടിക്കുന്ന പട്ടിക്കാണെങ്കിൽ കൂടെ എന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇവന്മാര് ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവൽ.